അപ്പോൾ നമ്മൾ ഈ മൊണസ്ട്രി കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ്. അപ്പോൾ ഇനി അകത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ID. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ID എടുക്കണം. ID എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറുക. ആഹാ, അടിപൊളി. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. രക്ഷയില്ല കേട്ടോ, ഒട്ടുക്കത്തെ വൈബാ. വിസിറ്റർ സെൻറ്റർ, മെയിൻ ഗേറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോഴേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് വരാൻ പാടില്ല. ഇതേ കണ്ടില്ലേ ആൾക്കാർ ഇട്ടിരിക്കുന്നത് ഇതുപോലെ. ലേഡീസ് ആണെങ്കിലും ശരീരം ഫുള്ള് മറച്ചിട്ടുള്ള ഡ്രസ്സാണ് വേണ്ടത്. ആണുങ്ങൾക്ക് ഷോർട്ട് വരെ ട്രൗസർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ഫുള്ള് ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം. ഇന്ന് നമുക്കൊരു പ്ലസ് പോയിൻ്റ് കിട്ടി. ഇന്ന് ഇവിടെ ഒടുക്കത്തെ മഴയാണ്, വളരെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. കണ്ടില്ല ഇവിടെയൊക്കെ വെള്ളം. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരില്ല. ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാണ്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഇപ്പോൾ ഒരാളുടെ പേരിൽ ബുക്ക് ചെയ്ത് 6 പേർക്ക് വരാം. അപ്പോൾ ഒരു ലിമിറ്റഡ് ഉണ്ട്, ഒരു ലിമിറ്റ്. അതായത് ഇവിടെ അധികം റഷ് പാടില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. ശനി ഞായറൊക്കെ നമുക്ക് വരണമെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ 1 മാസം 2 മാസമൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. ഇട ദിവസങ്ങളിൽ അത്ര വലിയ കുഴപ്പമില്ല. ആദ്യം നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ സംഗതി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. ശരിക്കൊരു ഹാഫ് ഡേ ഉണ്ടെങ്കിൽ ഫുള്ളും മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ. ഹാഫ് ഡേ പോരായി വരും. സ്ലോവിൽ നമ്മൾ നടന്ന് കാണണമെങ്കിൽ അടിപൊളിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി കേട്ടോ. പക്ഷേ ഇതേ ഒരു അങ്ങനെ ഒരു പ്ലക്കാർഡും കൊണ്ട് നിൽക്കണില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല. അവരെന്നെ വന്ന് നമ്മളോട് പറയില്ല സംസാരിക്കരുത്. അവർ ഈ പ്ലക്കാർഡ് ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെ അതും കൊണ്ട് ഇങ്ങനെ എല്ലാവരും നടക്കുന്നുണ്ട്, സെക്യൂരിറ്റീസ്. അതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണും, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ഇത് ഇവിടെ കണ്ട ഒരു ആചാരമാണ് കേട്ടോ. ഇവിടെ കുറേ ബൗൾ വെച്ചിട്ടുണ്ട്. ഈ ബൗൾ എടുക്കുക, എന്നിട്ട് അവിടെ കണ്ടല്ലേ ഒരു ടാങ്ക് ലൈവ് വെള്ളം വരുന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുക, ഈ ബൗളിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വിശ്വസും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അത് ഭയങ്കര അത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഒറ്റ കയ്യിലൊന്നുമല്ല, 2 കയ്യിലും ഇങ്ങനെ പിടിച്ചിട്ട് ബൗളിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം പോകാൻ. എന്നിട്ട് അവിടെ ആ വലിയ സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ ഇപ്പോൾ ആ ഒരു ചേച്ചി ചോദിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ അവിടെ കണ്ടില്ലേ ഒരു ബ്ലാക്ക് കളറിലൊരു ടാങ്ക്. ആ ടാങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിലുള്ള വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ വിശ്വസ് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്നാണ് ഒരു വിശ്വാസം. അത്ര തന്നെ. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഫോട്ടോ നമ്മളെ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്ര വലിയ സ്റ്റാച്ചു ആണ്. 76 മീറ്ററാട്ടാ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺസിലാണ് ഉണ്ടാക്കിയേക്കണത്. വൈറ്റ് ഫ്ലോറോ കാർബൺ സെൽഫ് ക്ലീനിങ് ആണെന്ന് പറയുന്നത്. ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആയിക്കോളുന്നു. അടിപൊളിയാണ് കേട്ടോ കാണാൻ.
അതുപോലെ തന്നെ നമ്മുടെ വിഷ് ഇങ്ങനെ എഴുതിയിടുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് കേട്ടോ ഇവിടെ. ഇവിടെ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ വിഷ് എന്താണോ അത് നമുക്ക് ഇതിലെഴുതുക. എന്നിട്ട് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ 3-4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വേൾഡ് പീസ്, ഗുഡ് ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ എഴുതാം. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്കൊരു മ്യൂസിയം കാണാനുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും മൊബൈൽ കാര്യങ്ങളല്ല, അവിടെ അല്ല, ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്.